ഊണ് അൺലിമിറ്റഡ് അല്ലേ? അൺലിമിറ്റഡ്. എന്താ ഡൗട്ട്? നമ്മൾ കുറേ കാലത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ലേ. നമുക്കിനി മുളകിട്ട മീൻകറി ഉണ്ട്, തേങ്ങരച്ച മീൻകറി ഉണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തി ചമ്മന്തിപ്പൊടി ചമ്മന്തി ഉണ്ട്. ചമ്മന്തി ഉണ്ടല്ലേ? അടിപൊളി. ഇവനാണ് താരം. പിന്നെ രസം മോര് 14, പായസം 15 ഐറ്റം കേട്ടോ. 15 ഐറ്റം 10 ദിറം, വെറും 10 ദിറംസ്. നമ്മളിങ്ങനെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി വരും കേട്ടോ നമ്മുടെ മുന്നിൽ. ഇത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഇതിലിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടോ? ഫിഷ് ഏതാ വേണ്ടത്? ഒരുപാടെണ്ണം ഇരിക്കുന്നല്ലോ ഈ വണ്ടിയിൽ. ഏതെടുത്താലും ഒന്നൊന്നിനും മെച്ചപ്പെട്ടതാ. എന്തൊക്കെയുള്ളത്? നല്ല വട്ടമാന്തൽ, ഇത്രയും വലിയ വട്ടമാന്തൽ, ഫർഷ് ഉണ്ട്, ഷേരിയുണ്ട്, അയലയുണ്ട്, മത്തിയുണ്ട്, മാന്തലുണ്ട്, പ്രോൺസ് പെരട്ടിയത്, പ്രോൺസ് ഡ്രൈ ഫ്രൈ ഉണ്ട്. ഞങ്ങളാണ് പുതിയാപ്പിള കോരാന്ന് പറയും, സുൽത്താൻ ഇബ്രാഹിം എന്ന് പറയും. ക്രാബ് ഉണ്ട്, പിന്നെന്താ ഉള്ളത്, സ്കുഡ് ഉണ്ട്, കല്ലുമ്മക്കായ ഉണ്ട്, നല്ല കിങ് ഫിഷ് പീര, മത്തി തവ. ആ, എല്ലായിടത്തും നിങ്ങൾ നത്തൊലി പീര ഉണ്ട് കാണും, മത്തിപ്പീര ഉണ്ട്. കിങ് ഫിഷ് പീര അയക്കുറാന്ന് പറയും. അതൊക്കെ പോട്ടെ, ഇതിന്റെ പ്രൈസ് എത്ര ആണെന്ന് പറ. ഏതെടുത്താലും വെറും 10 ദിറംസ്. ചുമ്മാ തിങ്കൾ മുതൽ വെള്ളി വരെ, ശനി ഞാനും ചോദിച്ചു വരരുത്. ഏത് പ്ലേറ്റ് ഇതൊന്നും ഏത് പ്ലേറ്റ് 10 ദിറംസ്. അത് കൊള്ളാം കേട്ടോ. ഊണിനും 10 ദിറംസേ ഉള്ളൂ, 15 ആയിട്ടുള്ള ഊണിനും 10 ദിറംസേ ഉള്ളൂ. ഏതെടുത്താലും 10 ദിറംസ്. അതാണ് ഇതിന്റെ അട്രാക്ഷൻ. നാസർ ഭായ് എടുത്തു പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മാത്രമേ ഉള്ളൂ ഈ ഫിഷ് ഈ പ്ലേറ്റിലിരിക്കുന്നത്. ഏത് നിങ്ങൾ എടുത്താലും 10 ദിറംസ്. സാധാരണ ഈ ഫിഷൊക്കെ അറിയാമല്ലോ, 15 ദിറംസ്, 20 ദിറംസ്, 25 ദിറംസ് ഒക്കെയാണ് ഒരു പ്ലേറ്റിന് സാധാരണഗതിയിൽ പ്രൈസ് വരുന്നത്. അതാണ് ഈ തിങ്കൾ മുതൽ വെള്ളി വരെ. ക്രാബിനടക്കം, എത്ര വലിയ ക്രാബിനടക്കം 10 ദിറംസ്. ഒന്നും വലിപ്പക്കുറവില്ല, എല്ലാം അത്യാവശ്യം നല്ല ഫിഷ് തന്നെയാണ്. നമ്മൾ പിന്നെ നമ്മളെ മുദ്രാവാക്യം അറിയാലോ, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. അതെ. അപ്പോൾ ഇതിനകത്ത് കൂട്ടുകളെല്ലാം അറിയാമല്ലോ. ചോറിന്റെ കൂടെ ഒഴിക്കാൻ തന്നെ 3 5 രസം മോരടക്കം. 2 തരത്തിലുള്ള മീൻകറി, നല്ല തേങ്ങ അരച്ച മീൻകറി, മുളകിട്ട മീൻകറി, സാമ്പാറുണ്ട്, രസം മോര്. അതെ. പിന്നെ അത് കൂടാണ്ട് അവിയലുണ്ട്, കൂട്ടുകറിയുണ്ട്, തോരനുണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഒരു പൊടിയും കൂടെ ഉണ്ട്. ഇതാണ് ഈ ചമ്മന്തിപ്പൊടി, ഉണക്കമീൻ ചമ്മന്തിപ്പൊടി. അത് എല്ലായിടത്തും നമുക്ക് കിട്ടത്തില്ല സാധാരണ. ഈ 10 ദിറംസിന്റെ ഊണിന്റെ കൂടെ നമുക്ക് പലയിടത്തൊന്നും കിട്ടാറില്ല. ഇത് മാത്രം മതി കേട്ടോ. നാസർ ഭായ്, ഇതിലിപ്പോ ഏത് മീൻ എടുക്കണമെന്നുള്ള കൺഫ്യൂഷനില്ല. ഞാൻ ഒരു കൺഫ്യൂഷനും വേണ്ട, എല്ലാം ഒന്നിനും മെച്ചപ്പെട്ടതാ. ഗംഭീരം, അതിഗംഭീരം തന്നെ പറയാം. ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരുന്നു. പിന്നല്ലാതെ, നമ്മളെപ്പോഴും അങ്ങനെയല്ലേ. കല്ലുമ്മക്കായ കഴിക്കുമോ? ഓ, ഇതാ കഴിക്കേണ്ടത്. കല്ലുമ്മക്കായ എവിടെ പോയാലും 30 ദിറംസ് കൊടുക്കണം. സ്കുഡ് റോസ്റ്റ് ഉണ്ട്, സ്കുഡ് കഴിക്കുമോ? എല്ലാം കഴിക്കണം. അത് മതി, കുറച്ച് മതി, ടേസ്റ്റ് ചെയ്യാൻ മാത്രം മതി. കഴിക്കേണ്ട സാധനം ഇതാട്ടോ, നല്ല കിങ് ഫിഷ് പീര. അതെ, സ്ക്വിഡ് അടിപൊളി കേട്ടോ. സാധാരണ നമ്മൾ മത്തിപ്പീര അല്ലെങ്കിൽ പിന്നെ ഇതാണോ വേണ്ടത്, നല്ല വട്ടമാന്തല. കാര്യം 10 ദിറംസേ ഉള്ളൂ ഏത് പ്ലേറ്റ് എടുത്താലും. കിങ് ഫിഷ് വറ്റിച്ചത്, ഇതും 10 ദിറംസേ ഉള്ളൂ. ഇതൊന്ന് കഴിച്ചു നോക്കൂ, നല്ല ചെറുവിലിട്ട് വറ്റിച്ചെടുത്ത. ആ ഒരു മണം തന്നെ വരുന്നുണ്ട് കേട്ടോ. ക്രാബ് കഴിക്കുമോ? ഇതിനി എവിടെ വെക്കും? ഒരു ഫുൾ ഞണ്ടാണ്, നല്ല മസാല ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എല്ലാവർക്കും ആവശ്യമുള്ള സാധനം, നത്തൊരു ചെറിയ മീനല്ലാന്ന് പറഞ്ഞില്ലേ, അവനാണ് ഇവൻ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ സംശയമാണ്. ഈ ക്വാണ്ടിറ്റി ഇതുപോലെ തന്നെ ഉണ്ടാവുമല്ലോ? ഇതുപോലെ തന്നെ ഉണ്ടാവും, സംശയമില്ലല്ലോ. ഒരു സംശയം. പലരും പറയും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇതിപ്പോ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകല്ലേ, തുടങ്ങിയിട്ട് ഒത്തിരി ദിവസമായി. വന്ന് കഴിച്ചവർക്ക് അറിയാം, ഇവിടെ വന്ന് കഴിച്ചവർക്ക് അറിയാം. അതിന്റെ കമന്റ്സ് വരും, കണ്ടോളൂ നിങ്ങൾ. അപ്പൊ ആ പരാതി വേണ്ട കേട്ടോ. കാര്യം നത്തൊരു ചെറിയ മീനല്ല, കഴിച്ചു നോക്കൂ, അതും ഗംഭീരം. പലരും പറയാറുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്ര സാധനം. ഒരിക്കലല്ല. അങ്ങനെ എന്തിനുണ്ട്, ഇവിടെയുള്ള പൈമാരോട് പറയാം. ഞാനുണ്ടാവും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എന്നോട് പറഞ്ഞാൽ മതി. സത്യം കേട്ടോ, നിങ്ങൾ മീൻ മാത്രം കഴിക്കാനായിട്ട് വരണം. അതെ, ഇവിടെ വന്ന് ഈ ഓരോന്ന് സാധനം വാങ്ങിച്ചാലും നഷ്ടമല്ല. ഗിസൈസിലൊരു നെയ്ച്ചോറ് വിപ്ലവമാണ് കേട്ടോ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. നാസർ ഭായ്, നിങ്ങൾ ഭയങ്കര കോമ്പിനേഷൻസ്, ഇങ്ങനെ ഓരോരോ കോമ്പിനേഷൻസ് വന്നോണ്ടിരിക്കും അല്ലേ? കൊടുക്കണല്ലോ, നമ്മള് പുതിയൊരു സ്ഥാപനം ഓപ്പൺ ചെയ്തതല്ലേ, ജനങ്ങൾ കൂടുതൽ പിന്നെ ജനങ്ങൾ പറയില്ലേ. അതെ. ഇത് എന്താന്ന് മനസ്സിലായോ? നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ പൊരിച്ചതും പപ്പടം, അച്ചാറ്, ചമ്മന്തി, സാലഡ്, ഒരു കിടുക്കാച്ചി ലെമൺ ജ്യൂസ്. അതാണ് അതിന്റെ ഹൈലൈറ്റ് കേട്ടോ. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ എത്ര ഒരു ദിറംസ് കൊടുക്കേണ്ടി വരും? നമ്മളിപ്പോ എത്രയാ വാങ്ങിക്കുന്നത്? 17 ദിറംസ്. നാസർ ഭായിയുടെ ഒരു വെറും 17 ദിറംസ്. വെറും 17 ദിറംസിനാണ് ഈ ഒരു കൂട്ടിപ്പം, ഈ ഒരു കോമ്പിനേഷൻ കൊടുക്കുന്ന ഒരു കോംബോ. ഇനി ഇത് വേണ്ട, ഇപ്പൊ ബീഫ് കഴിക്കാത്ത ചിക്കൻ കറി കൊടുക്കാം. ചിക്കൻ കറി ഉണ്ട്, അതിനെ റീപ്ലേസ് ചെയ്യാൻ ചിക്കൻ കറി ഉണ്ട്. ബീഫ് ചിക്കൻ വെച്ചാൽ ചിക്കൻ കറിയായി. ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ബാക്കി സാധനങ്ങളും ഈ ലെമൺ ജ്യൂസ് അടക്കം ഇതിനെല്ലാത്തിനും കൂടെ 17 ദിറംസ്. നമ്മളിങ്ങനെ കഴിച്ചു വരുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കൂടി വരുന്നത്. ഇത് അൺലിമിറ്റഡ് ആയിട്ട് വീണ്ടും റൈസ് കൊടുക്കും. നമ്മൾ റൈസും കറിയും തരുമോ? ഗ്രേവിയും തരും, റൈസും തരും, അൺലിമിറ്റഡ് ആയിട്ട്.
ഓഫീസിൽ പോകുന്ന ആളുണ്ടാവില്ലേ, ആ അവർ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കിടിലം പൊതിച്ചോറ്, പൊതിച്ചോറാ. അതിഗംഭീരം. തുറന്നു നോക്കൂ, അപ്പോൾ അറിയാൻ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതെന്തൊക്കെയാ അതിനകത്ത്? മുട്ട കണ്ടു, അച്ചാറ് കണ്ടു, ആ പിന്നെ കൂട്ടുകറി, തോരൻ എല്ലാം ഉണ്ട്. എല്ലാം കൂടെ. ഓംലെറ്റ് ഉണ്ട്, ആ മീൻ തവയുണ്ട്, ഫിഷ് തവയുണ്ട്, പിന്നെ സാമ്പാർ, ഫിഷ് കറി, എല്ലാം കൂടെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള. ചേർത്ത് എത്ര പ്രൈസ്? 14 ദിറംസ്. വെറും 14 ദിറം. വെറും 14 ദിറംസ്. അത് നമ്മൾ മുമ്പേ കൊടുത്തോണ്ടിരിക്കണല്ലേ, ആ എത്രയോ വർഷം കൊടുത്തോണ്ടിരിക്കണം ഇതേ പ്രൈസിന്. അതിനും പ്രൈസ് കൂടിയില്ല ഇത്രയും കാലമായിട്ട്. നാസർ ഭായ്, അപ്പൊ നമുക്ക് ഗിസൈസിലുണ്ട്, ബർദുബായിലുണ്ട്. അതെ, ബർദുമാൻ്റെ അവിടെയുള്ള റാവിസിനകത്തുള്ള വെസ്റ്റേൺ ഫ്ലോർ. അതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇത് പുതിയതാണ്, അറിയാമല്ലോ. ഗിസൈസിൽ നമ്മുടെ ഗിസൈസ് മെട്രോ സ്റ്റേഷന്റെ തൊട്ടിപ്പുറത്ത് എല്ലാവർക്കും കാണാം, ഈ വഴി പോകണവർക്കൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ കോംബോസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇതിൽ ഫിഷിന്റെ 10 ദിറംസിന്റെ ഐറ്റംസ് മാത്രം തിങ്കൾ മുതൽ വെള്ളി വരെ, ശനി ഞായർ ഒഴികെയുള്ള ദിവസങ്ങൾ. ബാക്കിയുള്ള എല്ലാ സാധനവും എല്ലാ ദിവസവും കിട്ടും. അപ്പൊ എന്തായാലും മീൽസൊക്കെ എല്ലാ ദിവസവും. പിന്നെ ഇവിടെ ശനി ഞായറൊക്കെ പൂരപ്പറമ്പാ മീൽസ് പരിപാടിയിട്ട്. അപ്പൊ എല്ലാവരും വന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.